ഹലോ ഹായ് നമസ്കാരം. നമ്മളിന്ന് ഒരു റംബുട്ടാൻ തോട്ടം ലീസിനെടുക്കാൻ വന്നതാണ്. അപ്പോൾ ലീസ് എടുത്ത തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ പരിപാടി. നല്ല ഫീൽഡാണ്, കോട്ടയം ഭാഗത്താണ് ഈ ഫീൽഡ് കിടക്കുന്നത്. അപ്പോൾ നമ്മളെ തോട്ടത്തിലോട്ട് വന്നിക്കുക. തോട്ടം കണ്ടില്ല, നല്ല നല്ല ചെറിയ തൈകളാണ്. അത്യാവശ്യം 4-5 വർഷം പ്രായമുള്ള ചെറിയ ചെറിയ തൈ, നല്ല കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ വളവും അതേമാതിരി ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ചെയ്ത നല്ലൊരു തോട്ടമാണ്. നല്ല കായ പിടിച്ചിട്ടുണ്ട്. ചെറിയ മരങ്ങളാണെങ്കിലും എല്ലാം കായൊക്കെ പിടിച്ച് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ കായ പിടിച്ച നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കൊയ്ച്ചിൽ കുറവാണ്. ഇത് ഉണ്ടായ കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു പൊട്ടാസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത വർഷം മുതൽ ഇത് നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് നോക്കാൻ നിൽക്കുകയാണ് ഈ തോട്ടങ്ങളൊക്കെ. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഫ്രൂട്ട് മാത്രം ലീസ് എടുക്കുക. അടുത്ത വർഷം മുതൽ മൊത്തത്തിൽ പ്ലാന്റ് ഒന്നായിട്ട് ലീസിന് എടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ തോട്ടത്തിലൊരു മാംഗോസ്റ്റീൻ കണ്ടത്, അതിന് ഓവർ വെയിൽ തട്ടിയാണ്ട് അതിൻ്റെ തലഭാഗമൊക്കെ കരിഞ്ഞു പോയി. ഇത്ര വെയിലത്തൊന്നും കൊണ്ട് ഈ മാംഗോസ്റ്റീൻ നടരുത്. അത്ര വെയിൽ കൂടിക്കഴിഞ്ഞാൽ ഇലകളൊക്കെ കരിഞ്ഞു പോകും. ഇതിന് അധികം വെയിൽ പറ്റില്ല. നല്ല രീതിയിൽ വെള്ളം വേണം മാംഗോസ്റ്റീന്. അതേമാതിരി ഇത്ര അധികം വെയിലും പറ്റൂല. ഇതിൻ്റെ ഇലകൾ കരിഞ്ഞിട്ടില്ലേ, ഇതിൻ്റെയൊക്കെ തുമ്പുഭാഗം മേൽഭാഗത്ത് ഇലകളൊക്കെ നല്ല കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട് ഈ ഫീൽഡിൽ. നല്ല വലിയ പ്ലാന്റ് തന്നെ. നമ്മളപ്പോൾ അവരുടെ മെയിൻ തോട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഇല്ലിക്കാട് പോലെ നല്ലൊരു തോട്ടം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഒന്ന് നമുക്ക് കാട്ടിത്തരാം. ഇത് അടുപ്പിച്ച് വെച്ച് പോയി. മറ്റേ ഫീൽഡിൽ ഒരു അകത്തി വെച്ച്, ഇതാദ്യം വെച്ച തോട്ടമാണ്. ഇത് അത്യാവശ്യം പ്രായമായ മരങ്ങളാണ്. പിന്നെ അത് തീരെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടില്ല. പ്ലാന്റ് ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് നിർത്തണം, എന്നാലേ പ്ലാന്റിന് നല്ല രീതിയിൽ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഫ്രൂട്ട് ഉണ്ട്, പക്ഷെ നല്ല മുകളിലൊക്കെ. പിന്നെ ഈ വെയിൽ തട്ടുന്ന ഭാഗത്ത് മാത്രമേ ഇതിൽ ഫ്രൂട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, വെയിൽ ഈ പ്ലാന്റിന് അത്യാവശ്യമാണ്. വെയിലുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നല്ല രീതിയിൽ ഫ്രൂട്ട് ചെയ്യുള്ളൂ. പിന്നെ എല്ലാ ഫ്രൂട്ട് വലുപ്പം വെക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്യാപ്പ് വേണം, നല്ല രീതിയിൽ വെള്ളം വേണം, വെയിൽ വേണം. അപ്പം ഇപ്പം കണ്ടില്ല, നല്ല രീതിയിൽ കൊഴിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെയിലിൻ്റെ കുറവും വൈറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസിയും ഒക്കെ പാടത്തിൻ്റെ പ്രശ്നമാണ്. ഇലകളിൽ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ പൊട്ടാസിൻ്റെ ഡെഫിഷ്യൻസി. അപ്പോൾ നമ്മളിതിൽ അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഈ തോട്ടം ഏറ്റെടുത്ത് നടത്താനുള്ള രീതിയിലാണ് നമ്മൾ പ്രാവശ്യം തന്നെ എടുക്കുന്നത്. നല്ല തോട്ടമാണ്, നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത തോട്ടമാണ്. പക്ഷേ ഇതിൻ്റെ മുന്നത്തെ ആൾക്കാരൊന്നും ഇത് പ്രൂൺ ചെയ്ത് നോക്കാത്തത് കൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഇത് വലയിടാനും പറിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായുള്ള ഏരിയയിൽ ഒരു തോട്ടമാണ്. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം ഇത് മൊത്തത്തിൽ എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യത്തെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചോല ഒഴിവാക്കി കൊടുത്ത് ഈ പ്ലാന്റ് ഒന്ന് ഐസൊലേറ്റ് ചെയ്ത്, അതായത് ഓരോ പ്ലാന്റും സെപ്പറേറ്റ് ആക്കി നിർത്താം. എന്നാലേ നമുക്കിതൊരു കാര്യമുള്ളൂ. എന്നാലേ നമുക്കിത് പ്രോപ്പറായിട്ട് വെയിലടിക്കുള്ളൂ. അങ്ങനെ പ്രോപ്പറായിട്ട് വെയിലടിച്ചാൽ മാത്രമേ നമുക്കിതിൽ നല്ല ഈൽഡ് കിട്ടുള്ളൂ. വെയിൽ തട്ടുന്നിടത്തൊക്കെ അത്യാവശ്യം ഈൽഡുണ്ട്, മുകൾ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഈൽഡുണ്ട്. പക്ഷേ ഈ ഈൽഡ് നല്ല രീതിയിൽ താഴത്തന്നെ കിട്ടുമ്പോഴാണ് നമുക്കൊരു ഉപകാരമുള്ളൂ. ഇത്രയും ഉയരത്തിലായി കഴിഞ്ഞാൽ നമുക്കിതിന് വലയിടാനുള്ള കോസ്റ്റ് എല്ലാം കൂടുതലാണ്.